വെള്ളൂരിലെ പ്രസന്നന്റെ ബൈക്ക് കത്തിക്കുകയും വീടിന് നേരെ അക്രമം നടത്തുകയും ചെയ്ത സംഭവങ്ങളിൽ പോലീസ് അലംഭാവം അവസാനിപ്പിച്ച് കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിലെ LDF നേതാക്കൾ DYSPയെ സന്ദർശിച്ച് നിവേദനം നൽകി. ആളെന്ന് പറയുന്നത് നിലവിൽ MLA ആയിരിക്കുന്ന ആളുടെ ഇടങ്കയും വലങ്കയും എല്ലാമായിട്ട് നടന്നിട്ടുള്ളവരാണ്. പരസ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കള്ളനാണ് എന്ന് പൊതുസ്വീകരണ കേന്ദ്രങ്ങളിൽ നാട്ടുകാരെ നോക്കി അലറി വിളിക്കുകയും സംഘർഷ അന്തരീക്ഷം ഏതെങ്കിലും നിലക്ക് ആളുകളിൽ നിന്ന് അടിവാങ്ങി കൂട്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളും അത് വേറൊരു വിഷയമാണ്. ആ വിഷയം ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ഭാവിയിലും ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരുന്ന ഒന്നാണ് എന്നുള്ളത് ഇവിടെ കാണാതിരിക്കാൻ വേണ്ടി പറ്റും. അയാളുടെ 18 വർഷം പഴക്കമുള്ളൊരു ബൈക്ക് അയാൾ നിർത്തിയിട്ടിരുന്നു. അത് ഉപയോഗിക്കാറൊന്നുമില്ല. ആ ബൈക്ക് ഒരു 50 മീറ്ററിലധികം അപ്പുറത്തേക്ക് രാത്രി ഉരുട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് അതിന് തീ കൊടുത്തത്. പരമാവധി CCTVയിൽ നിന്നും പെടാതിരിക്കുന്നതിനുള്ള ജാഗ്രതയോടുകൂടി, കാരണം അതിന് പറ്റുന്ന ചില ഗവൺമെൻറ്റിൽ നിന്നും ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള നല്ല വിവരവും കാര്യപ്രാപ്തിയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് കാര്യമാണ്. ആളെ വേറൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞങ്ങളാരും അറിയാത്തത് കൊണ്ടല്ല പറയാത്തത്, ഞങ്ങളാരും ആ പേരൊന്നും ഇപ്പോൾ പറയും. പക്ഷേ ആ വണ്ടി കത്തിച്ചു. വണ്ടി കത്തിച്ചതിനെക്കുറിച്ച് അന്ന് തന്നെ LDF എന്ന നിരക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള സ്റ്റോഫി സന്തോഷ് ഉൾപ്പെടെയുള്ളവർ LDFിൻ്റെ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബൈക്ക് കത്തിച്ചവരാരായാലും അവരെ കണ്ടെത്തുന്നതിന് പോലീസ് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ജനുവരി 26 കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജയിച്ചിട്ട് MLA ആയിട്ടുള്ള ആൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കണ്ടത്. അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വലിയ പരിചയമുള്ളൊരു സംഗതിയാണ്. അദ്ദേഹം ഇവിടെ വന്നു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെ മാധ്യമപ്രവർത്തകരെ മുൻകൂട്ടി അറിയിച്ച് എല്ലായിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വിളിച്ചു വരും. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ പോലീസാണ്, ഈ ബൈക്ക് കത്തിച്ചവരെയൊന്നും കണ്ടുപിടിക്കാൻ പോലീസ് സന്നദ്ധമാവില്ല, അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് പോലീസിൻ്റെ നിലപാട് എന്നൊക്കെ ഉള്ള നിലയിൽ ഇവിടെ പ്രചരണം നടത്തി. കേരളം മുഴുവനും ആ പ്രചരണം നല്ല നിലയിൽ. അതിനു മുമ്പ് ഇയാളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെട്ടാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരപരമാണ്. അവരൊന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കണ്ടോ എന്നുള്ളത് അവരുടെ കാര്യമാണ്, ഞങ്ങൾക്ക് ബാധിക്കുന്നൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഇവരെവിടെയാ കെട്ടുന്നുള്ളത് ഞങ്ങൾക്കായിരിക്കും അറിയും. പക്ഷേ പ്രചരണം നടന്നു, ഞങ്ങളെന്തോ വലിയ തടസ്സമുണ്ടാക്കി എന്നുള്ളതാണ്. ഈ സംഭവങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായി. അതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിൽ 20 രാത്രി 10:49 VV കമലാക്ഷി എന്ന് പറയുന്ന വെള്ളൂര് രാമൻകുളത്തിന് ചേർന്നിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരാളുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. രാത്രി 10:50 ബ്രേക്കിംഗ് ന്യൂസ് വന്നു. കേരളം മുഴുവനും വലിയൊരു ഇതായി. ചാനലിലെ ചർച്ചയിലൊക്കെ പല ആളുകളും പയ്യന്നൂരിലെ ഇടതുപക്ഷ ക്രൂരതയെക്കുറിച്ചിട്ടൊക്കെ വലിയ നിലയിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യം. ഞങ്ങളതിലെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കൃത്യമായി അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളടക്കം സംഘടിപ്പിച്ച് പോലീസിന് നൽകി. ഏപ്രിൽ 20 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. ആരും ആയിക്കോട്ടെ, ആരാ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ളത് കണ്ടുപിടിക്കും. വീട്ടിലേക്ക് എത്തിയില്ല, ഒരു ബോർഡിന് തട്ടിയിട്ട് അത് വീണ് പൊട്ടി എന്നൊക്കെയാണല്ലോ. എറിയുന്നത് കാണുന്നുണ്ട്, അവർ പോകുന്നത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നെ വീഡിയോ ക്ലിപ്പൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഏത് കേസും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ശേഷിയുള്ളതാണ് കേരളത്തിലെ പോലീസ്. ആ പോലീസ് സംവിധാനം ഫലപ്രദമായി അത് അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടി പറ്റും. 130-140 രൂപയുടെ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ മഹാമേള സക്സസ് കോട്ടൺ ബസാർ ചെറുപുഴ. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ചെറുപുഴയിൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. 130-140 രൂപയുടെ മികച്ച ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ സ്വന്തമാക്കാം.
ഷർട്ടുകൾ, ഫ്രോക്ക്, നൈറ്റ് പാന്റുകൾ, ടോപ്പുകൾ, ലെഗിൻസ്, ജീൻസുകൾ, കുട്ടികളുടെ ഉടുപ്പുകൾ, ന്യൂ ബോൺ ബേബി സെറ്റുകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കളക്ഷനുമായി വിലക്കുറവിന്റെ വസ്ത്രമേള. സക്സസ് കോട്ടൺ ബസാർ, ഓപ്പോസിറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ചെറുപുഴ.